കണ്ടിരിക്കല്ലേ ഇവിടെ അങ്ങനെ വെയിലൊന്നും ഇല്ല, പക്ഷെ കണ്ണൊന്നും കാണാൻ പറ്റുള്ള. എങ്ങനെയുണ്ട് മുക്സൈൽ? ഇഷ്ടായ? മുന്നേ വന്നതാണോ ഇപ്പൊ എന്താണ് ഇഷ്ടായ? അടുത്തേക്ക് ചെല്ലുവന്നു അല്ല, അടുത്തേക്ക് ചെല്ലേ വീഡിയോ. നമ്മള് വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, ശരിക്കും പോസ്റ്റ് ചെയ്താന്ന്. നമ്മൾ വീട്ടിൽ കഴിക്കാൻ വന്നേക്കാണ്. ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കണേന് എന്താ പറയുന്നത്? എന്താ പറയാന്നറിയില്ല. എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? ഇവർക്ക് നമ്മുടെ കൂടെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതെ അതെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് പൊന്നു. നമ്മൾ കാറിലിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് നമ്മൾ ട്രിപ്പ് മോഡാണ് ഗൈസ്. പക്ഷേ ഓൾറെഡി തമിഴിലും ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടേക്ക് പോകണമെന്നുള്ളത്. ഇവിടെ ഞാൻ സലാലയിൽ വന്നിട്ട് ഇതുവരെ ലോങ് വീഡിയോ എടുത്തിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് ലൈക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വീഡിയോ ആണ് ലാസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തത്. പിന്നെ ഞാനും വെയിറ്റിംഗ് ആയിരുന്നു നമ്മൾ എങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ലോങ് വീഡിയോ എടുക്കുക. അല്ലാണ്ട് നോർമൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ തീർന്നു പോകും, നിങ്ങൾക്കും കാണാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം ആ കാത്തിരിപ്പിന് എന്തെങ്കിലും തരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സോ നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണ്? ഇവിടെ അടുത്തെന്ന് ഞാൻ പറയില്ല, ലോ ഒരു സ്ഥലമുണ്ട് ഷാത്ത്. അവിടെ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യമാണ് ഞാൻ പോയേക്കണത്. നമ്മൾ രണ്ടുപേര് മാത്രമല്ല, നമ്മുടെ 2 ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട്, ലൈക്ക് കപ്പിൾസ്. അപ്പോൾ അവരും നമ്മളും ഒരുമിച്ച് നമ്മൾ 4 പേരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അവർ വന്നിട്ട് കാണാൻ. പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഷാത്ത് വ്യൂ പോയിന്റ് പോകുന്ന വഴിക്ക് നമ്മൾ മുക്സയിൽ ഇറങ്ങും. ടൈം ഉണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ തന്നെ ഒരു ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ അത് വഴികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷാത്തിൽ അവിടെ നല്ല വ്യൂ പോയിന്റ്, പിന്നെ അവിടെ താഴെ എന്തോ അത് കുഴപ്പമില്ല, അവർ കണ്ടിരിക്കല്ലേ കാണാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി പോകുന്ന വഴിയിൽ കാണിച്ചു തരാം കേട്ടോ. ടാറ്റാ ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള റെഡ് ബർ വന്നു. നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ വിശപ്പിൻ്റെ വിളിയെന്ന് പറയാം. പിന്നെ നമ്മളൊരു ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നും കുറച്ചും മിണ്ടിയും പറഞ്ഞൊക്കെ പോകണല്ലോ അല്ലേ? പറ. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ഓണായത്. ചിപ്സൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പോയിട്ടുള്ള സ്ഥലമല്ലേ ഷാത്ത്? പോയിട്ടുണ്ട്. കാണാൻ എക്സൈറ്റഡ് ആണ്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോസ് എടുക്കാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ, അല്ലെങ്കിൽ ഞാൻ വേറെ യൂട്യൂബേഴ്സിൻ്റെ വേറെ സ്ഥലങ്ങളിലെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷം. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ വരാൻ പറ്റാത്തവർക്ക് കാണാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അതിനും കൂടി വേണ്ടി കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ പോകെ നമുക്ക് കണ്ടുപോകാം. ഓക്കെ ഗൈസ്, നമ്മൾ പോണ വഴിക്ക് മൃഗങ്ങളെ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം. ഇനി നമ്മൾ പോകുമ്പോൾ കുറേ ഉണ്ടാവും. ഇതേ പറഞ്ഞ പോണ്. ടാറ്റാ. ഇത് ഇവിടുത്തെ മെയിൻ ഐറ്റമാണ്. സോഹാർ ചിപ്സ് ഉണ്ട്, ഒമാൻ ചിപ്സ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് സോഹാർ ചിപ്സാണ്. എനിക്ക് ഈ ടേസ്റ്റ് ഇഷ്ടം. അതായത് ഇതുപോലെ ഇരിക്കുമോ. ഞാൻ ആക്ച്വലി ചിപ്സ് അല്ലെങ്കിൽ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വെച്ച് ഓരോ റീൽസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, ഷോർട്സ് ഒക്കെ. എവിടെ ഒന്നും നടക്കില്ല. ക്രിസ്പി ഗൈസ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാ? ഒമാൻ ചിപ്സ് ഓർ സോഹാർ ചിപ്സ്? ചേട്ടാ എവിടെയോ? ഭാഗ്യം. 2 പേർക്ക് സോഹാർ ചിപ്സ്, 2 പേർക്ക് ഒമാൻ ചിപ്സും ഗൈസ്. എനിക്കും ഇത് കഴിച്ചിട്ടുള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്യലോ സോഹർ ചിപ്സും ഒമാൻ ചിപ്സാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല കേട്ടോ. ഹാഫ് വേ പോലും ആയിട്ടില്ല അല്ലേ? പകുതി പോലും ആയിട്ടില്ല. ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളിവിടെ കാണിക്കാം. കൊള്ളാല്ലേ? ഇനി മുക്സയിൽ എത്തിയിട്ട് കാണാം. മുക്സയിൽ അല്ലെങ്കിൽ നേരെ ഷാത്ത്. ഇതാണ് നമ്മുടെ മുക്സയിൽ ബീച്ച് അല്ലേ? ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഏറ്റവും മേലെ. അവിടേക്ക് പോയിട്ട് കാണാം കേട്ടോ. ഇവിടെ അങ്ങനെ വെയിലൊന്നും ഇല്ല, പക്ഷെ കണ്ണൊന്നും കാണാൻ പറ്റുള്ള അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മുക്സൈൽ ബീച്ചിലെത്തിയിരിക്കുകയാണ്. കാണിച്ചു തരാം ആ ഒരു വ്യൂ. അത് കണ്ടു തന്നെ ആസ്വദിക്കണം. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കമോൺ. മുക്സൈൽ ബീച്ചിൻ്റെ വ്യൂ നമുക്ക് കാണാം. ഞാൻ പറയണേന്ന് വെറുത്തില്ല, നിങ്ങൾ തന്നെ പറയണം. ദിസ് ഇസ് ദ വ്യൂ ഗൈസ്. അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. കൊള്ളാല്ലേ? മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഈ ടൈം വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ മുക്സയിൽ വന്നപ്പോൾ നമ്മുടെ വേറെ ഫ്രണ്ട്സിനെ, മീൻസ് നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി. പിന്നെ ഇവരും ഇവരുടെ കൂടെ ഫ്രണ്ട്സായി നമ്മളെല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കാറ്. അപ്പോൾ അതേ വന്ന് ഇവർ ഓൾറെഡി നേരത്തെ വന്നു. നമ്മൾ ഇത്തിരി നേരം വൈകി. ഇനി നമ്മൾ ഷാത്തിൽ പോകുന്നുണ്ട്. അടിപൊളിയല്ലേ? കണ്ടാ അറിയൂ.
ഓക്കെ, അപ്പോൾ ഇവർ സംസാരിച്ചിരിക്കട്ടെ, നമ്മൾ സംസാരിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ ഷാപ്പിലേക്ക് പോവാണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഈദാണ്. ഇവിടെ ഈദ് ഇന്നലെ ആയിരുന്നു, അപ്പോൾ ഇന്നും ഇവിടെ ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് മീൻസ് എല്ലാവരും പുറത്ത് പോയേക്കാണ് ഔട്ടിങ്ങിന്. മിക്കവരും സ്പോട്ട് സെലക്ട് ചെയ്യുന്നത് മുക്സയിൽ, ഷാത്ത് അതൊക്കെ തന്നെയാണ്. എല്ലാവരും കണ്ടുമുട്ടാണ്ടായി. ഷാത്തിൽ ചിലമാരൊക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, മുക്സയിൽ വ്യൂ ഒക്കെ കണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. പിന്നെ ഇതിൻ്റെ മേലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നമ്മൾ പോകണില്ല, ഇവർ പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മളോട് പറയണോട്ടാ. ഷാത്തിലാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്, അതിൻ്റെ വീഡിയോ കാണിച്ചത്. എങ്ങനെയുണ്ട് മുക്സയിൽ? ഇഷ്ടമായ? മുന്നേ വന്നതാണോ ഇപ്പോൾ എന്താണ് ഇഷ്ടമായ? നല്ല വെയിലുണ്ട്. അതിപ്പോ ആണോ? ഞാൻ വന്നോണ്ടല്ലേ ആണോ? അച്ഛാ, ഓക്കെ. പക്ഷെ നല്ല വെയിലുണ്ട്, അപ്പം അതുകൊണ്ട് നമ്മൾ വേഗം പോവുകയാണ്. പിന്നെ ഇവിടെ ഒരു ഹട്ടൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ. ഇപ്പം നല്ല കാറ്റൊക്കെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഷാത്ത് എത്തിയിട്ട് കാണാം. ടാറ്റാ ഗൈസ്. പിന്നെ ഇവിടെയുള്ള ഒരു സ്പെഷ്യാലിറ്റി ആണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നേരെ നോക്കി നടക്കാൻ ചേട്ടയുടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ പ്രകാരം ഞാൻ നേരെ നോക്കി നടക്കട്ടെ. അപ്പൊ ഇവിടെ ബ്ലോ ഹോൾ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളച്ചി എങ്ങനെയുണ്ട് ഗൈസ്? നൈസ് അല്ലേ? ഇതോടുകൂടി വീഡിയോ കഴിഞ്ഞു. ഇനി നമ്മൾ ഷാത്തിലെത്തിയിട്ട് കാണാം കേട്ടോ. കണ്ടോ, അവിടെ ചിട്ടായിരുന്നു നമ്മളെല്ലാവരും ചോറെടുക്കണ്ട. എനിക്കപ്പോൾ കൺഫ്യൂഷനോ, നല്ല പണിയാണ്. നമ്മൾ മുക്സയിൽ നിന്ന് തിരിച്ചു പോകണേ. അപ്പോൾ അതേ ഇവിടെ ക്യാമൽ ക്രോസിങ്, ഇതിങ്ങനെ നമ്മളിടയ്ക്ക് കാണാറുണ്ട്. നമ്മളിങ്ങനെ പോണ വഴിക്ക് കുറച്ച് ഉണ്ടാവും, അവർ ക്രോസ് ചെയ്ത് പോണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കൊള്ളാട്ടോ, നല്ലൊരു വ്യൂ കാണാൻ പറ്റിയെന്ന് പറയില്ലേ അതുപോലെ. നമ്മളിതേ ഇപ്പോൾ ഷാത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാത്തിലേക്ക് പോണ വഴിയാണിട്ടത്. മുക്സയിൽ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഷാത്ത് സ്ഥലം എവിടെ വരുന്നേ? കൊള്ളാല്ലേ? ഇത് ഇത്തിരി ഹൈ റേഞ്ച് ആണ്. നമ്മുടെ ചെവി കടയുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ നാട് പോലെ തന്നെയാണ്. നമ്മളിവിടെ സലാല മണലാരണ്യം അതൊന്നും അവർ പ്രതീക്ഷിക്കരുത്. പക്ഷെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ ഫ്രണ്ടില് ഹായ്, ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാ ഫേമസ് ആവാൻ. എന്താ ചെയ്യാ, പിന്നെ നല്ല മരങ്ങളും ഒക്കെ ആയിട്ട്. ഈ സ്ഥലത്ത് നമുക്ക് കുറച്ച് തണുവുണ്ടാവും കേട്ടോ. നേരത്തെ മുക്സയിൽ പോയ പോലെയല്ല, വെയിലായിരിക്കില്ല. ഇവിടെ കുറച്ച് തണുവൊക്കെ ഉണ്ടാവും. പിന്നെ വരണ വഴിക്ക് ഡോങ്കിനെ കണ്ടു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി പോകെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഒട്ടങ്ങൾ ഓടിപ്പോണ സീൻ, അത് നൈസായില്ലേ? അതെന്തുകൊണ്ട് ഓടിപ്പോയി നമുക്ക് അറിയില്ല. ഇത് വലിയ ബിഗ് ഒട്ടകം, ബിഗ് ക്യാമ്പ്. അവിടെ എല്ലാം വലുത് തന്നെ, പക്ഷെ നേരത്തെ പോയത് രണ്ടുപേരും ചെറുതായിരുന്നു. അതാ വീഡിയോ പെട്ടെന്ന് വേഗം എടുത്തത്. അങ്ങനെ നമ്മൾ ഷാത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ മുന്നേ വന്ന സ്ഥലമല്ല, അവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തോ അവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കണേ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഫോട്ടോസ് ഞാൻ മുന്നേ പോയത് ഇവിടെ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങളത് കാണാം. ഇവിടെയാണ് ഞാൻ വ്യൂ പോയിന്റ്. ജാസിം ഭയങ്കര മാസ് ഒക്കെ ഉണ്ട്. അവിടെ പോയി നിന്നിട്ടുള്ള ആ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ബയോ ദൈവം ഇപ്പോൾ പോയത്. താഴെയുണ്ട് കടലാണ്, നല്ല റിസൾട്ട് കാണാനായിട്ട്. പിന്നെ മേലെ നല്ല ഫോഗൊക്കെ ആയിട്ട് രാവിലെ പറയുകയാണെങ്കിൽ വേറെ ലെവൽ ലുക്കായിരിക്കും. പക്ഷെ എനിക്കൊരു വിഷമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു വ്യൂ പോയിന്റ് മിസ്സാവുന്നുണ്ട്. അവിടെ പണിയെടുക്കാറ് നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് ദിസ് ഈസ് ഓക്കെ, സൂപ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടമായി, ഫോട്ടോ എടുക്കാനും അവിടെ സെറ്റ് ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് നേരത്തെ അവിടെ വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് വന്ന് അതൊന്ന് കാണിച്ചു കൊടുത്തോ. ജസ്റ്റ് അവിടെ നിന്ന് നടന്ന് വന്നിട്ട് നമ്മളിത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. കൊള്ളാലേ? കടല നിങ്ങാത്ത പോലെ തോന്നുന്നു, അത് അത്രയും ഹൈറ്റിൽ നിന്ന് ആയതുകൊണ്ടോ.
അല്ല ഇത് കോടഫി ആകാശം കാണില്ല ആ എന്നാ വിടാ നമുക്ക്. എന്നാ അടുത്ത സ്ഥലത്ത് ഇതിന്റെ തന്നെ ബാക്കിയാണോ? സിംഗ് ഹോൾ ഷാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഷാത്തിൽ വരുന്നവർ അങ്ങോട്ടും കൂടി പോകണം കേട്ടോ. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഞാൻ അവിടെ പോയിട്ടില്ല. ഇല്ലല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. യുനോ ഗൈസ്, ഞാൻ കണ്ണ് കാണാതെയാണ് വീഡിയോ എടുക്കുന്നത്. നല്ല മുട്ട വെയിലുണ്ട്, പക്ഷെ തണവുണ്ട്, ചൂടെടുക്കാനുള്ള നമുക്ക്. അതുകൊണ്ട് നമുക്കിനി അവിടെ എത്തിച്ച് കാണാം. ഓക്കെ ഓക്കെ അഷ്ന. ഗൈസ്, നമ്മുടെ തൊട്ട് നൈബേഴ്സ് കേട്ടെ അനീഷ ടീമിനെ കണ്ടേക്ക് കുറ്റുമണീനെ കണ്ടേക്ക. ഹായ് പറ, ചിരിക്കുന്നുണ്ട്. അപ്പൊ എൻജോയ് ഇതൊക്കെ. അപ്പൊ ഷാത്തില്ലേ നിങ്ങൾ മാത്രം വന്നിട്ടുള്ളൂ, വേറെ ആരില്ലേ? ഇവര് ഇതുപോലെ നമ്മളെ പോലെ എല്ലാവരും ഇറങ്ങിയേക്കാണ്. ഹോളിഡേ ആണ്, അതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയേക്കാണ്. നമ്മൾ വന്നപ്പോ പറഞ്ഞില്ലേ അവിടേക്ക് പണ്ട് പോയ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലെന്ന്. ദേ ഇവിടെ പണി നടക്കാണ്. വേഗം പണി കഴിഞ്ഞ് നമുക്ക് കരിഫിന്റെ സീസണിലൊക്കെ വരാം വിചാരിക്കാം. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരുമ്പോൾ ശരിക്കും കാണിച്ചാലാക്കാം ഒന്നുകൂടി. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. വേറൊരു വ്യൂ പോയിന്റ്, അത് വ്യൂ പോയിന്റ് അല്ലേ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കൂടി ഒന്ന് കയറിയിട്ട് പോവാം. ഇതാണ് ഷാത്തിന്റെ സിംഗ് ഹോൾ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇങ്ങനെ താഴേക്കൊരു ഗർത്തം പോലെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോണൂശോടിന്റെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറാവുന്നുള്ളൂ നമ്മള്, കുറച്ചും കൂടി ഉണ്ട്. ഒട്ടകം ഒട്ടകം എന്ന് ഞാൻ കാറിന്റെ അകത്തിരുന്ന് പറഞ്ഞോളൂ. അടുത്ത് കണ്ടു. ഹലോ, കൂടുതൽ ഞാൻ പോണില്ല. ദൈവം ഇങ്ങനെ വിളിച്ചിരുന്നല്ലേ. കണ്ടോ, ഭയങ്കര സൈസ് ഉണ്ട് കേട്ടോ. നമ്മള് കറക്റ്റ് ഫോട്ടോയിലൊക്കെ വന്ന പോലെ ഉണ്ട്. പോയി ഗൈസ്, നമ്മളെ മൈൻഡ് ആക്കിയില്ല. എന്നാലും കുഴപ്പമില്ല. ബായ്, നമുക്കിനി അങ്ങോട്ട് പല്ല് വലിയ പല്ലാണെന്നുള്ളൂ. നോക്കിക്കണോക്കിയ അടുത്തേക്ക് ചെല്ലുവനോ? അല്ല, അടുത്തേക്ക് ചെല്ലേ വീഡിയോ. വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, ശരിക്കും പോസ് ചെയ്തോന്നൂട്ടാ. എനിക്ക് ഇത്തിരി പേടി ചെയ്തോണ്ട് ഞാൻ തൊട്ടില്ല. ശരിക്കും പാട്ടാ, നന്നായി പോസ് ചെയ്തോ. മറക്കില്ലടാ, പൊളി. പക്ഷെ നമ്മള് പിന്നെ മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ടാ. ആണോ, എനിക്ക് പേടിയാണ്. മരുഭൂമിയിൽ ഒരു പച്ചപ്പ്. അതെ, ഇവിടെ മൊത്തം പച്ചപ്പാണ് ഗൈസ്. ഇവിടെ മണലാരണ്യം ഇല്ല. ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളും നല്ല സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മള് മുക്സയിലും ഷാത്ത് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഉറക്കം വരുന്നുണ്ട്, അവിടെ ആൾക്കും ഉറക്കം വരുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഇത് നമ്മള് ഫുഡ് കഴിക്കാനാണ് പോണത്. നമ്മുടെ ആ ഭാഗത്ത് എത്തിയിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. നമ്മൾ മുക്സയിലെത്തി തിരിച്ച്, അല്ലേ? എവിടേക്കാ ഫുഡ് കഴിക്കാൻ? എവിടെ പോണേ? എന്നാ ഹോട്ടലിൽ നേരത്തെ അടിച്ച ചൊല്ലുണ്ട്. ചേട്ടാ കട്ടെടുത്തു, കോപ്പിറൈറ്റ്. ഓക്കെ, അപ്പൊ ഇനി ഫുഡ് കഴിക്കണം പറ്റാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇങ്ങനെ നിരത്തിരുന്ന് കഴിക്കണേന് എന്താ പറയുക? എന്താ പറയാന്നറിയില്ല. എന്താ പറയാ, അവിടെ ഇരുന്നോ, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ സൂപ്പ് വന്നു. നല്ല ചൂടുണ്ട്. ഇതെന്താ സൂപ്പാണ്? ഒട്ടകോ. സൂപ്പ്, സാലഡ് ഐറ്റംസ് ഒക്കെ വന്നു. ഇനി ഫുഡ് വന്നു. മട്ടൻ ഷുവ, അങ്ങനെയല്ല പേര്? മട്ടൻ ഷുവ ആൻഡ് അൽഫാം മന്തി. ഇവിടെ വന്നിട്ട് ആദ്യമാണ് അൽഫാം മന്തി കഴിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ടേസ്റ്റ് ആണോ നമുക്ക് നോക്കാം. പ്ലേറ്റ് ഇതിലെ ചമ്മന്തി ഉണ്ട്, മയോണൈസ് ടോസ്റ്റ് ഉണ്ട്, മയോണൈസ് വരും. ഓക്കെ, അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ടാണ് കഴിക്കട്ടെ. ഫുഡ് കൊള്ളാം, മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ കഴിച്ചിട്ടില്ല. അത് മട്ടൻ ഷുവ ഓക്കെ, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്കെന്തോ അത്ര താല്പര്യമില്ല. എനിക്ക് കഴിക്കാൻ വിചാരിച്ചു. മട്ടൻ ഷുവ കുറച്ച് കഴിക്കാം. ഇപ്പൊ അവസാനിപ്പിക്കട്ടെ. എനിക്ക് ഇത് ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം.
അപ്പൊ ഗൈസ് നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇനി അവരവരുടെ വീടുകളിലേക്ക് പോകണം. ഇനി ഒന്ന് നന്നായി ഉറങ്ങണം അല്ലേ? അതെ. എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? ഇവർക്ക് നമ്മുടെ കൂടെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ അതെ അതെ, നല്ല അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടമായി. അടിപൊളിയായിരുന്നില്ല ട്രിപ്പ്? ഇനി ഇതുപോലെ പറ. നമ്മൾ നിങ്ങളെ പൊക്കിടിച്ചാ നിങ്ങൾ നമ്മളെയും പൊക്കിടിക്കണം. അടിപൊളിയായിരുന്നില്ലേ? പറ. അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അതെ, ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസിന് വീണ്ടും വരാം. ഇനി ഇതുപോലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ വീണ്ടും എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇനി ഇതുപോലെയുള്ള വീഡിയോസിന് വീണ്ടും കാണുന്നവരെ ടാറ്റാ.